ഹായ് ഓൾ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ്. ഫസ്റ്റ് ഗ്രൂപ്പ്. എന്താണ് ഗ്രൂപ്പ് എന്ന് നോക്കാം. ലെറ്റ് ജി ബി എ സെറ്റ് ടുഗദർ വിത്ത് എ ബൈനറി ഓപ്പറേഷൻ ദാറ്റ് അസൈൻസ് ടു ഈച്ച് ഓർഡേർഡ് പെയർ എ ബി ഓഫ് എലമെൻറ്റ് ഓഫ് ജി ആൻഡ് എലമെൻറ്റ് ഇൻ ജി ഡിനോട്ടഡ് ബൈ എ ബി. അതായത് ബൈനറി ഓപ്പറേഷൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അതായത് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എന്ന് പറയുന്നൊരു സെറ്റ്. ഓക്കെ, ആ സെറ്റിൽ ഫസ്റ്റായിട്ട് അതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷനാണ് ക്ലോസ്ഡ് ആയിരിക്കണം അത്. ഓക്കെ, അതായത് ഒരു ബൈനറി ഓപ്പറേഷൻ അതിനുണ്ടായിരിക്കണം. ഓക്കെ, ഏതാണോ ആ സെറ്റിന് തരുന്ന ഓപ്പറേഷൻ, ആ ഓപ്പറേഷൻ ബൈനറി ആയിരിക്കണം. അതായത് ആ സെറ്റിൽ നിന്ന് ഏത് രണ്ട് എലമെൻ്റ് എടുത്ത് നിങ്ങൾക്ക് തരുന്ന ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് കിട്ടുന്ന റിസൾട്ട് ആ സെറ്റിലെ തന്നെ എലമെൻ്റ് ആയിരിക്കണം. ഓക്കെ, എ ബി രണ്ട് എലമെൻ്റ് എടുക്കുന്നു, അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അന്നേരം എ ബി എന്ന് പറയുന്നത് ആ സെറ്റിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ബൈനറി ഓപ്പറേഷൻ. ഇവിടെ ഗ്രൂപ്പിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് യൂഷ്വലി കോൾഡ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഓരോ പ്രോപ്പർട്ടീസും ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ജി എന്ന് പറയുന്നൊരു സെറ്റ് വന്നിരിക്കുന്നു, അതിനൊരു ബൈനറി ഓപ്പറേഷൻ ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയെങ്കിൽ ഗ്രൂപ്പ് ആകണമെന്നുണ്ടെങ്കിൽ, ആ സെറ്റ് ഗ്രൂപ്പ് ആകണം എന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് വൺ അസോസിയേറ്റിവിറ്റി. അതായത് തന്നിരിക്കുന്ന ഓപ്പറേഷനിൽ ആ സെറ്റ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അതായത് എ ബി ഇൻറ്റു സി എന്ന് പറയുന്നത് എ ഇൻറ്റു ബി സിക്ക് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതായത് 3 എലമെൻറ്റ്സ് എടുക്കുന്നു ആ സെറ്റിൽ നിന്ന്, അതിനെ ഏത് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഓക്കെ, ആദ്യത്തെ 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആ കിട്ടുന്നതിന് മൂന്നാമത്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ അവസാനത്തെ 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ആദ്യത്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എ ഇൻറ്റു ബി സി. ഓക്കെ, ഈ 2 രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും റിസൾട്ട് ഔട്ട്പുട്ട് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ എന്ന് പറയാം. അതാണ് എ ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു ബി സി. ഓക്കെ, ഈ അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും നമ്മൾ എടുക്കുന്ന 3 എലമെൻറ്റിന് മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ. ഓക്കെ, ആ ഗ്രൂപ്പിലെ ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും സാറ്റിസ്ഫൈ ചെയ്യണം മസ്റ്റായിട്ടും. ഓക്കെ, ഏതെങ്കിലും ഒരു എലമെൻറ്റിനെങ്കിലും ഇത് ഫെയിൽ ആകുകയാണെന്നുണ്ടെങ്കിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഫെയിലായി. ഓക്കെ, സെക്കൻഡ് വൺ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ദർ ഈസ് ആൻ എലമെൻറ്റ് ഇ കോൾഡ് ദി ഐഡൻറ്റിറ്റി ഇൻ ജി സച്ച് ദാറ്റ് എ ഇ ഈക്വൽ ടു ഇ എ ഈക്വൽ ടു എ ഫോർ ഓൾ എ ഇൻ ജി. അതായത് ഒരു സെറ്റിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ജി എന്ന് പറയുന്നതാണ് ഇവിടെ സെറ്റായിട്ട് എടുത്തിരിക്കുന്നത്. ഇ എന്ന് പറയുന്നത് ജി എന്ന് പറയുന്ന സെറ്റിൻ്റെ ഐഡൻറ്റിറ്റി ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഇ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ കൂടെ നിങ്ങൾ ഗ്രൂപ്പിലെ ഏത് എലമെൻ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഏതാണോ ഇയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ എലമെൻറ്റ് കിട്ടണം. അങ്ങനെയെങ്കിൽ ഇയെ നമുക്ക് ഐഡൻറ്റിറ്റി എന്ന് പറയാം. പറഞ്ഞാൽ ക്ലിയർ ആയോ? ഇ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, ആ എലമെൻറ്റ് ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ എലമെൻറ്റിൻ്റെ കൂടെ ഗ്രൂപ്പിലെ ഏത് എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഏതാണോ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന എലമെൻറ്റ് ആ എലമെൻറ്റ് റിസൾട്ടായിട്ട് വരണം. അങ്ങനെയെങ്കിൽ ഇയെ നമുക്ക് എന്ന് വിളിക്കാം? ഐഡൻറ്റിറ്റി ഓഫ് ദാറ്റ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഇൻവേഴ്സ്. For each element A in G, there is an element B in G called the inverse of A such that AB equal to BA equal to E. ഓക്കെ, അതായത് എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, ഓക്കെ, ജി എന്ന് പറയുന്ന സെറ്റിൽ എ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുക്കുന്നു, ആ എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് ബി ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഓക്കെ, എ ഇൻറ്റു ബി അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? ഐഡൻറ്റിറ്റി കിട്ടണം. ഐഡൻറ്റിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എയുടെ ഇൻവേഴ്സ് ബി ആണെന്ന് പറയാം, അല്ലെങ്കിൽ ബിയുടെ ഇൻവേഴ്സ് എ ആണെന്ന് പറയാം. എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒരു സെറ്റ്, ആ സെറ്റിൽ നിന്ന് എ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുക്കുന്നു. ഓക്കെ, ആ എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് ബി അല്ലെങ്കിൽ സി, ഇപ്പോൾ സി ആണെന്ന് വിചാരിക്കുക, ആ എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് സി ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ എ ഇൻറ്റു സി അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അവ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യണം. ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയുടെ ഇൻവേഴ്സ് സി ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അങ്ങനെ ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് ബൈനറി ഓപ്പറേഷൻ ക്ലോസ്ഡും ആയിരിക്കണം. ഓക്കെ, ക്ലോസ്ഡും ആയിരിക്കണം. ഈ 3 കണ്ടീഷൻ അസോസിയേറ്റിവിറ്റി, ഐഡൻറ്റിറ്റി, ഇൻവേഴ്സ്, ഈ 3 കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജി എന്ന് പറയുന്ന സെറ്റിനെ നമുക്ക് വിളിക്കാം ഗ്രൂപ്പാണെന്ന് പറയാം. ഓക്കെ,
ആ സെറ്റ് എന്തെന്ന് വിളിക്കാം? ഗ്രൂപ്പ് എന്ന് വിളിക്കാം. നമുക്ക് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷനാണ്. ഓക്കെ, ഈ ഡെഫിനിഷനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ചാപ്റ്ററിൻ്റെ അവസാനം വരെയും നിങ്ങളുടെ ഈ സബ്ജക്റ്റ് തന്നെ മുന്നോട്ട് പോകുന്നത്. ഈ സബ്ജക്റ്റ് അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര ഗ്രൂപ്പ് തിയറി എന്നാണ് സബ്ജക്റ്റിൻ്റെ ഫുൾ നെയിം തന്നെ. ഓക്കെ, ഈ റിമാർക്ക് നോക്കുക. നോട്ട് ദാറ്റ് ഇഫ് എ ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ബി ദെൻ ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയുന്നത് ബിയുടെ ഇൻവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്നത് എയുടെയും ഇൻവേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, അബീലിയൻ ഗ്രൂപ്പ്. എന്താണ് അബീലിയൻ ഗ്രൂപ്പ്? അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഗ്രൂപ്പ് ആവാനുള്ള കണ്ടീഷൻസ് പറഞ്ഞു. ബൈനറി ഓപ്പറേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതുകൂടാതെ 3 കണ്ടീഷൻസ്: അസോസിയേറ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യണം, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. ഇത് 3ഉം കൂടാതെ 4ാമതൊരു പ്രോപ്പർട്ടി കൂടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെ നമുക്ക് വിളിക്കാം അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയാം. ഏതാണ് 4ാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അതായത് ഗ്രൂപ്പിൽ നിന്ന് 2 എലമെൻ്റ് എടുക്കുന്നു, എയും ബിയും. ഓക്കെ, അങ്ങനെ അവയെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഈക്വൽ ആയിരിക്കണം. അതായത് എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും ഈക്വലായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് അബീലിയൻ ഗ്രൂപ്പായി മാറും. ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് അബീലിയൻ ഗ്രൂപ്പ്. ഓക്കെ, ഇനി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ ആ ഗ്രൂപ്പിനെ വിളിക്കുന്നതാണ് നോൺ അബീലിയൻ ഗ്രൂപ്പ് എന്ന് വിളിക്കും. ക്ലിയർ? കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. The set of integers z, the set of rational numbers q, the set of real numbers r. Okay, integer, rational number, real numbers, ഇവയെല്ലാം ഗ്രൂപ്പ് ഫോം ചെയ്യും അണ്ടർ അഡിഷൻ. അഡിഷനിൽ ഈ 3 സെറ്റുകളും ഗ്രൂപ്പ് ഫോം ചെയ്യും. ഓക്കെ, ഗ്രൂപ്പ് ഫോം ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ 3 സെറ്റിനെ ഞാൻ ഒരുമിച്ചാണ് പറയുന്നത്. ഈ 3 സെറ്റ് എടുത്തു കഴിഞ്ഞാലും ഈ 3 സെറ്റിലെ ഏത് 2 എലമെൻ്റ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും, ഓപ്പറേഷൻ അഡീഷൻ ആണ്, ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ സെറ്റിലെ എലമെൻറ്റ് തന്നെ കിട്ടും. അതായത് ബൈനറി ഓപ്പറേഷൻ ആണ് അഡീഷൻ എന്ന് കിട്ടി. അതായത് ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഇനി ഗ്രൂപ്പ് ആവാനുള്ള കണ്ടീഷൻ 3 കണ്ടീഷനുള്ളത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എ ഇൻറ്റു ബി സി എന്നാണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി സി ഈക്വൽ ടു എ ബി ഇൻറ്റു സി എന്നാണ് കിട്ടേണ്ടുള്ളത്. ഓക്കെ, ഇവിടുത്തെ ഓപ്പറേഷൻ അഡീഷൻ ആണ്. അഡീഷൻ ആകുമ്പോഴത്തേക്ക് എ പ്ലസ് ഓഫ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എന്ന് കിട്ടണം. ഓക്കെ, അതായത് 3 എലമെൻറ്റ്, ഈ പറഞ്ഞിരിക്കുന്ന സെറ്റുകളിൽ 3 എലമെൻ്റ് എടുത്ത് എങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അത് ഈക്വൽ ആയിരിക്കും. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇത് എക്സാമിന് ഓരോന്നൊരു കുത്തിയിരുന്ന് എഴുതി കാണിക്കൊന്നും വേണ്ട, ഒരു ലോജിക്കാണ്, അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, 3 എലമെൻ്റ് എടുത്ത് എങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഈക്വൽ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഐഡൻറ്റിറ്റി എന്താണ്, ഇൻവേഴ്സ് എന്താണെന്ന് നോക്കുക. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അഡീഷൻ്റെ കേസിൽ എപ്പോഴും ഐഡൻറ്റിറ്റി 0 വരത്തുള്ളൂ. ഓക്കെ, അഡീഷൻ്റെ കേസിൽ എപ്പോഴും ഐഡൻറ്റിറ്റി 0 ആയിരിക്കും വരുന്നത്. ഓക്കെ, അതായത് 0 വരാനുള്ള കാര്യം എന്താണെന്നുള്ളതൊന്ന് ആലോചിക്കുക. അത് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതിൻ്റെ മീനിങ് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ഓപ്പറേഷൻ അഡീഷൻ ആണല്ലോ. ഓക്കെ, അതായത് 0 ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ കൂടെ ഏത് എലമെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഏതാണോ ആഡ് ചെയ്യുന്ന എലമെൻറ്റ് ആ എലമെൻറ്റ് തന്നെ കിട്ടും. ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് 0 ഐഡൻറ്റിറ്റി എന്ന് വിളിക്കാം. ഇതാണ് ലോജിക്ക്. ഓക്കെ, 0 എന്ന് പറയുന്ന എലമെൻ്റെ കൂടെ ഏത് എലമെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ആഡ് ചെയ്യുന്ന എലമെൻറ്റ് ഏതാണോ ആ എലമെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് 0 നമുക്ക് ഈ സെറ്റുകളുടെ എന്തെന്ന് വിളിക്കാം? ഐഡൻറ്റിറ്റി എന്ന് വിളിക്കാം. ഇനി ഇൻവേഴ്സ്. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും ആ എലമെൻറ്റിൻ്റെ കൂടെ ഓപ്പറേഷൻ ശ്രദ്ധിച്ചോണം, അഡീഷൻ ആണ്. ആ എലമെൻ്റെ കൂടെ നിങ്ങൾ ഏത് എലമെൻ്റാണോ ആഡ് ചെയ്യുന്നത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 0 കിട്ടണം. ഓക്കെ, ഒരു എലമെൻ്റ് എടുക്കുന്നു, ഗ്രൂപ്പിൽ നിന്ന് സെറ്റിൽ നിന്നൊരു എലമെൻ്റ് എടുക്കുന്നു, ആ എലമെൻറ്റിൻ്റെ കൂടെ ഏതോ ഒരു എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി കിട്ടണം. ഓക്കെ, എ എന്ന് പറയുന്ന എലമെൻ്റ് എടുക്കുന്നു പ്ലസ് ഏതോ ഒരു എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 0 കിട്ടണം, ഐഡൻറ്റിറ്റി കിട്ടണം. ഓക്കെ, ഐഡൻറ്റിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ എലമെൻറ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇൻവേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന എലമെൻ്റ് എടുക്കുന്നു, ആ എലമെൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴായിരിക്കും 0 കിട്ടുന്നത്? -a ആയിരിക്കും. ഓക്കെ, അതായത് ഈ സെറ്റുകളിൽ ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അവയുടെ നെഗറ്റീവ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവ എന്തായിരിക്കും? ഇൻവേഴ്സ് ആയിരിക്കും. ഇതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ, the set of integers under ordinary multiplication is not a group. അതായത് ഇൻറ്റിജേഴ്സ് മൾട്ടിപ്ലിക്കേഷനിൽ ഗ്രൂപ്പ് അല്ല. എന്തുകൊണ്ടാണ് ഗ്രൂപ്പ് അല്ലാത്തതെന്ന് നോക്കാം.
അതായത് ഇവിടെ തന്നിരിക്കുന്ന ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്, സെറ്റ് ഇൻറ്റിജർ ആണ്. ഓക്കെ, ഇവിടെ ഏത് രണ്ട് ഇൻറ്റിജേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്ന ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അത് ക്ലോസ്ഡ് ആണ്, ബൈനറി ഓപ്പറേഷൻ സാറ്റിസ്ഫൈ ചെയ്തു, അതുപോലെ തന്നെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമുക്ക് അടുത്ത മെയിനായിട്ട് ചെക്ക് ചെയ്യാനുള്ളത് ഐഡൻറ്റിറ്റി എന്താണെന്ന് നോക്കണം. ഓക്കെ, മൾട്ടിപ്ലിക്കേറ്റീവ് ആയിട്ടുള്ള സെറ്റുകളുടെ ഐഡൻറ്റിറ്റി എപ്പോഴും 1 ആയിരിക്കും വരുന്നത്. അഡിറ്റീവ് ആകുമ്പോഴത്തേക്ക് 0യും മൾട്ടിപ്ലിക്കേറ്റീവും 1 ആയിരിക്കും വരുന്നത്. ഓക്കെ, അന്നേരം 1 എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ആയിരിക്കും. ലോജിക്ക് എന്താണെന്നുള്ളത് ആലോചിച്ചോണം. അതായത് 1 ഐഡൻറ്റിറ്റി എന്ന് പറയാനുള്ള കാര്യം 1ൻ്റെ കൂടെ ഏത് എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഏതാണോ മൾട്ടിപ്ലൈ ചെയ്യുന്ന എലമെൻറ്റ് ആ എലമെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. ശരിയല്ലേ? അതുകൊണ്ട് 1നെ നമുക്ക് ഐഡൻറ്റിറ്റി എന്ന് പറയാം. അപ്പോൾ 1 ഐഡൻറ്റിറ്റി ആണെന്ന് കിട്ടി. പക്ഷേ ഈ സെറ്റിൽ ഇൻവേഴ്സ് ഇല്ല, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മതി. ഒരു എലമെൻ്റ് എടുക്കുന്നു, ആ എലമെൻ്റ് കൂടെ ഏതോ ഒരു എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി കിട്ടണം. അതായത് ഐഡൻറ്റിറ്റി വെച്ചാൽ ഇവിടെ 1 ആണല്ലോ, 1 കിട്ടണം. ഓക്കെ, അങ്ങനെ 1 എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഈ പറഞ്ഞ കണ്ടീഷൻ ഈ സെറ്റിലെ എല്ലാ എലമെൻറ്റിനും ബാധകമായിരിക്കണം. ഏതെങ്കിലും ഒരു എലമെൻറ്റിന് ഇത് സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്തില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ 5 എന്ന് പറഞ്ഞ എലമെൻറ്റ് എടുക്കുന്നു. 5ൻ്റെ കൂടെ ഏതോ ഒരു എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടണം. അങ്ങനെ ഒരു നമ്പർ ഉണ്ടോ? ഉണ്ട്, 1/5. ഓക്കെ, 5 × 1/5 എന്ന് വെച്ചാൽ 1 ആണ്. പക്ഷേ 1/5 എന്ന് പറയുന്ന എലമെൻറ്റ് നമുക്ക് തന്നിരിക്കുന്ന സെറ്റിനകത്തുണ്ടോ? ഇവിടെ തന്നിരിക്കുന്ന സെറ്റ് ഏതാണ്? ഇൻറ്റിജർ ആണ്. ഇൻറ്റിജേഴ്സിൽ 1/5 ഉണ്ടോ? 1/5 ഇല്ല. അതായത് 5 എന്ന് പറയുന്ന എലമെൻറ്റിന് ഇൻവേഴ്സ് ഇല്ല. ഓക്കെ, അങ്ങനെ ഇൻവേഴ്സ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ 1/5 ആകണമായിരുന്നു. പക്ഷേ 1/5 നമ്മളെ സെറ്റിനകത്ത് ഉള്ളതല്ല. അതുകൊണ്ട് 5ന് ഇൻവേഴ്സ് ഇല്ല. ഇതേപോലെ ഏതെങ്കിലും എലമെൻറ്റ്സ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക, ഫെയിൽ ആവുന്നൊരു എക്സാമ്പിൾ കാണിച്ചാൽ മതി, ഇൻവേഴ്സ് ഇല്ല എന്നായി. ഓക്കെ ആണല്ലോ? അതായത് ഈ തന്നിരിക്കുന്ന സെറ്റ് ഇൻറ്റിജർ എന്ന് പറയുന്ന സെറ്റ് മൾട്ടിപ്ലിക്കേഷനിൽ എന്തല്ല? ഗ്രൂപ്പ് അല്ല.